ഞങ്ങൾക്ക് തന്നെയും ഏതെല്ലാം വരെ പോകാൻ പറ്റും പ്രവർത്തനത്തിൽ കൃത്യമായി എന്ന വണ്ണം അത് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഞങ്ങൾ പൊതുവായ ഇടങ്ങളിൽ ഞങ്ങളത് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ? കൃഷി വകുപ്പിൻ്റെ പരിപാടിക്കകത്ത് നാളെ മുതൽ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത കൊടിയുമായിട്ട് ഞാൻ വന്ന് നിന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഞാൻ ആ പാർട്ടിയുടെ മന്ത്രിയാണ്, ആ പാർട്ടിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. കാരണം മത്സരിക്കുന്ന അവസരത്തിൽ ഏത് പാർട്ടിയോടാണ് നിങ്ങൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തുകയും അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ചേരുന്നവർക്കെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കത്തിയിട്ട് ഇപ്പോൾ അതാണല്ലോ നിലമ്പൂരിൽ തന്നെ നമ്മൾ കണ്ടത് ചില പ്രശ്നമുണ്ട്. അപ്പം രാഷ്ട്രീയ പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ചില പരിഗണനകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ എല്ലാ കൃഷി വകുപ്പിൻ്റെ എല്ലാ പരിപാടിക്കകത്തും അരിവാൾ ചുറ്റികയോ അല്ലെങ്കിൽ അരിവാൾ നെൽക്കതിരോ അല്ലെങ്കിൽ അരിവാൾ അടുത്ത ദിവസം അരിവാൾ ചുറ്റിക നക്ഷത്രമോ പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞത് ശരിയായ കാര്യമല്ല. സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് അത് പറ്റില്ല. പാർട്ടി പരിപാടിയിൽ നമുക്ക് പോയി പങ്കെടുക്കാം, അതിനെ അത്തരത്തിൽ കണ്ടാൽ. പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയാത്ത ചില കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അത് രാജ്യത്തിന് ഒരൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അവിടെ എങ്ങനെയാണ് മറ്റെത്രയോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരിക? വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ല. വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവർ രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ? അവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്യേണ്ടവരിടത്ത് പ്രത്യേകമായ ഒരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ എന്തിനാണ് വെക്കുന്നത്? നമുക്ക് ദേശീയ ഗാനമുണ്ട്, ദേശീയ പതാകയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതാംബയെ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഭൂമിയല്ലേ, ഈ ഭൂമിയെ അമ്മയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു രീതി ഉണ്ടാവേണ്ടത്. പക്ഷെ എന്നാൽ അങ്ങേയറ്റത്തെ ഒരു മോശപ്പെട്ട രീതിയായി പോയി ഉണ്ടായത്. എങ്ങനെയാണ് അത്തരൊരു നിലപാടിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. മറ്റിനെയും കൂടുതൽ അടുത്ത ദിവസം മനസ്സിലാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കടുംപിടുത്തം രാജ്ഭവൻ പറയുന്നതെന്ന് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല. അത്തരമൊരു രീതിക്ക് വഴങ്ങുക എന്ന് പറഞ്ഞത് നമ്മുടെ മതനിരപേക്ഷ കേരളത്തിന്, മതനിരപേക്ഷ ഭാരതത്തിന് നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ നിന്ന് ആ ഒരു ചടങ്ങ് അങ്ങനെ നടത്തേണ്ടതില്ല എന്ന് ഒരു നിശ്ചയത്തിലേക്ക് എത്തിയത്. അല്ല, എല്ലാവർക്കും അറിയാം. കാരണം ഗവൺമെൻറ്റിന് ഒരു പൊതു നിലപാട് ഇങ്ങനെയാണ്. കൃഷിമന്ത്രി പി പ്രസാദ് സംസാരിക്കുകയായിരുന്നു. കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ അരിവാൾ ചുറ്റുകയാണോ ഒരു ചിഹ്നമായി വെക്കേണ്ടത്? അല്ലല്ലോ, അത് സർക്കാർ പരിപാടിയാണ്, അതൊരു പൊതു പരിപാടിയാണ്. അവിടെ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഒഴിവാക്കണം. അതാണ് കൃത്യമായ മാർഗനിർദ്ദേശം. അപ്പോൾ എങ്ങനെയാണ് രാജ്ഭവനിൽ ഇങ്ങനെ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം വെക്കാൻ കഴിയുക? അത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പോൾ കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വലിയ വിവാദ വിഷയമാണ്. രാജ്ഭവൻ സ്വീകരിച്ച നിലപാട് ശരിയാണോ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. അത് ശരിയല്ല എന്ന് നിശിതമായി വിമർശിക്കുകയാണ് കൃഷിമന്ത്രി പി പ്രസാദ്. ആരി പറഞ്ഞതുപോലെ തന്നെ മന്ത്രി കൃത്യമായി പറയുന്നുണ്ടല്ലോ, രാഷ്ട്രീയ ചിഹ്നങ്ങൾ എന്തിനാണ്? ഇപ്പോൾ അരിവാൾ നെൽക്കതിർ അവിടെ വച്ചാൽ മതിയോ? അരിവാൾ ചുറ്റിയ നക്ഷത്രം വെച്ചാൽ മതിയോ? കൈപ്പത്തി ചിഹ്നം വെച്ചാൽ മതിയോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് RSSുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് കഴിഞ്ഞ ചില പ്രതികരണങ്ങൾ, ഗവർണറെ ചില പ്രതികരണങ്ങളുണ്ടല്ലോ. RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് രാജ്യത്തിന്റെ പരമപ്രധാനമായ സ്ഥാനങ്ങൾ വഹിക്കുന്നത്, താക്കോൽ സ്ഥാനങ്ങൾ വഹിക്കുന്നത്. പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ പബ്ലിക് മണി ഉപയോഗിച്ച് ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ അവിടെ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ആവശ്യമുണ്ടോ? രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമൊക്കെയാണ് ഉണ്ടാകുന്നത്. രാഹുൽ ജി തുടരുന്നുണ്ട്. രാഹുൽ, വലിയ വിവാദത്തിലേക്കും സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ സ്വഭാവത്തിലേക്കുമൊക്കെ ഈ പരിപാടി കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തെ? രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ? ഗവർണറുടേതായി എന്തെങ്കിലും കുറിപ്പ് ഈ പരിപാടിയിൽ പി പ്രസാദ് കൃഷിമന്ത്രി പങ്കെടുക്കാത്തതിനെ, ഈ ചിത്രം മാറ്റണമെന്ന സർക്കാരിന്റെ ആവശ്യത്തെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? നിലവിൽ വിശദീകരണങ്ങളില്ല. അവിടെ പരിപാടി പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ആദ്യ പ്രതികരണം അത് ഗവർണറുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് അത് നീക്കം ചെയ്യാൻ കഴിയില്ല, പരിപാടി മുന്നോട്ട് പോകും എന്ന നിലപാടിൽ ആ പരിപാടി പുരോഗമിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇവിടെയും സംസ്ഥാന സർക്കാരിൻ്റെ, അത് പ്രത്യേകിച്ച് കൃഷി വകുപ്പിന്റെ പരിപാടി ഇവിടെ പുരോഗമിക്കുന്നത്. എന്തായാലും രാജ്ഭവനുമായി നല്ല സ്വരത്തിൽ നന്നായി പോകുന്നു എന്ന് കരുതിയിരുന്ന ഘട്ടത്തിലാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രി സംസാരിച്ചതെന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഗുരുമൂർത്തിയുടെ പ്രഭാഷണത്തിന് വേദിയാകേണ്ടിയിരുന്നില്ല രാജ്ഭവൻ എന്ന് പറയുമ്പോൾ ആ ഘട്ടം മുതൽ രാഷ്ട്രീയ വേദിയായി രാജ്ഭവൻ
രാജ്ഭവനിലെ ഈ സദസ് അല്ലെങ്കിൽ വേദി മാറുന്നു എന്നൊരു വിമർശനം ആ ഘട്ടം മുതലുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് കണ്ടത്. അതിൽ മന്ത്രി അല്ലെങ്കിൽ കൃഷി വകുപ്പ് നേരിട്ട് ഇടപെട്ടപ്പോൾ ഇവർ അഭിപ്രായം പറയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് രാഷ്ട്രീയമായ പരിപാടികൾക്കും ചിഹ്നങ്ങൾക്കും രാജ്ഭവൻ വേദിയാകുന്നതിൽ അതൃപ്തി ഈ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം ആ ഘട്ടം മുതലുണ്ട് എന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് എന്തായാലും ഒടുവിൽ ഇപ്പോൾ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് എത്തിയപ്പോൾ ഇത്തരത്തിൽ ഒഴിവാക്കണമെന്ന നിർബന്ധം അത് കൃഷി വകുപ്പ് അറിയിക്കുന്നു. എന്നാൽ ഒഴിവാക്കാൻ ഒരു ഘട്ടത്തിലും കഴിയുന്ന നിലപാട് ഗവർണർ അറിയിക്കുന്നു. കാരണം നിരവധി പരിപാടികൾ പശ്ചാത്തലമായത് ഈ ചിത്രത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പശ്ചാത്തലമായത്. അതുകൊണ്ട് നീക്കാൻ കഴിയുന്ന നിലപാടിലേക്ക് വന്നപ്പോഴാണ് ഈ മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇത് രാഷ്ട്രീയമായി എടുത്ത തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രിക്ക് അറിയാം, ഒപ്പം LDF-ൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഒപ്പം ഈ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണവും അങ്ങനെ തന്നെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ നിലപാടിൽ തന്നെയാണ്, രാഷ്ട്രീയമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടിയിൽ പങ്കെടുക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് കൃഷിമന്ത്രി ആ പരിപാടിയിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. ഇനി അറിയേണ്ടത് ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്.